യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഇപ്രകാരം ലോകമെമ്പാടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ തുടർച്ചയായി ദൈവസഭയെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചു വന്നിരുന്നത്. ദൈവസഭ ആട്ടിൻകൂട്ടത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മൾ ചില ദിവസങ്ങളായിട്ട് ധ്യാനിക്കുകയായിരുന്നു. 4-5 കാര്യങ്ങൾ പറഞ്ഞു. 6-ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ദൈവവചനത്തിൽ ചിന്തിച്ചത് ആടുകൾ വളരെ സൗമ്യതയുള്ള ജീവിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ആടുകൾ സൗമ്യതയുള്ളത് ആയതുപോലെ തന്നെ വിശ്വാസികളാകുന്ന ഓരോ ദൈവമക്കളും സൗമ്യതയുള്ളവരായി മാറണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ വേലയ്ക്കായി, തൻ്റെ ശുശ്രൂഷയ്ക്കായി മാറ്റിയവരെയൊക്കെ ദൈവം സൗമ്യരാക്കി. പ്രത്യേകിച്ച് മോശയുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട. വലിയ കോപിഷ്ഠനായിരുന്നു, വലിയ ശക്തിയോടെ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നവനായിരുന്നു. എങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം അവനെ ഒരു കുഞ്ഞാടാക്കി മാറ്റുകയും ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അവന് ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നു. തൻ്റെ സ്വന്തം സഹോദരിയും സ്വന്തം സഹോദരനുമെല്ലാം അവനെതിരെ അപവാദവും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവന് സൗമ്യനായി നിൽക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, മോശയെ സംബന്ധിച്ചിടത്തോളം മോശ എല്ലാ സമയങ്ങളിലും അവരോട് ആരോടും വഴക്കുണ്ടാക്കാനായി പോകുന്നില്ല. അവിടെയുള്ള ഒരു ആളുകളോടും തനിക്കെതിരായി സംസാരിക്കുന്ന ഒറ്റ വ്യക്തികളോട് പോലും തർക്കിക്കാനോ വാദിക്കാനോ ഒന്നും പോകുന്നില്ല. നമുക്കവിടെ കാണാൻ കഴിയുന്നത് അവൻ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ഇത് നമുക്ക് നല്ല ഒരു പാഠമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ്ണു കിടന്നാൽ നിശ്ചയമായും ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നവനായ ദൈവമാണ്. നമ്മൾക്ക് ഈ ജീവി അഥവാ ഈ ആട് സൗമ്യതയുള്ളതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ സ്ത്രീകൾക്ക് പോലും ഇതിനെ മേയ്ക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും, ദൈവവചനത്തിൽ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിന്റെ 6-9 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഈ യാക്കോബ് പദ്ദൻഅരാമിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലാബാന്റെ മകളായ റാഹേൽ ആടുകളെയും മേയിച്ചും കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ മറ്റ് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ത്രീകൾക്കാർക്കും അങ്ങനെയുള്ള മൃഗങ്ങളെ ഒരുപക്ഷെ മേയിച്ചുകൊണ്ട് നടക്കാനായി കഴിയത്തില്ല. ആടുകളെ ആ സ്ത്രീകൾക്ക് മേയിക്കുവാനായിട്ട് കഴിയും. പല ആളുകൾക്കും ഒരു ചിന്തയുണ്ട്, പുരുഷന്മാർക്ക് മാത്രമേ ഹല്ലേലൂയ ലീഡ് ചെയ്ത് പോകാനായി കഴിയത്തുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ കുഞ്ഞാടായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സൗമ്യതയുടെ ആത്മാവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആമേൻ സഹോദരിമാർക്കും ആമേൻ ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ശുശ്രൂഷയിൽ മുന്നേറി ആമേൻ വഴക്കില്ലാത്ത സന്തോഷമുള്ള കൂട്ടങ്ങളെ ഹല്ലേലൂയ നയിക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവവചനത്തിൽ പഠിക്കാൻ കഴിയുന്ന യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും അതിന് ഉപോത്ബലകമായ വാക്യമാണ്. മാത്രമല്ല നമ്മൾ ദൈവവചനത്തിൽ ഉത്തമ ഗീതത്തിൽ വായിക്കാൻ കഴിയുന്നത് എൻ്റെ പ്രിയ ഇത് ആടുകളെ മേയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയ അഥവാ ആ ഉത്തമ ഗീതത്തിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് സർവാംഗ സുന്ദരനായ ആമേൻ യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് അവിടെ ഒരു ഇടയ ചെറുക്കനെ കാണാൻ കഴിയുന്നു. എന്നാൽ അതുപോലെ തന്നെ ഒരു ഇടയ പെൺകുട്ടിയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സാധാരണപ്പെട്ട ബലഹീനരായ സ്ത്രീകൾക്ക് പോലും ഈ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കാൻ കഴിയും. കാരണം അത് വളരെ സൗമ്യതയുള്ള ജീവി ആയതുകൊണ്ടാണ്. മാത്രമല്ല ദൈവത്തിന്റെ വചനം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 25-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ് 9-ാം വാക്യത്തിൽ, സൗമ്യതയുള്ളവരെ തൻ്റെ വഴി അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിന് നമ്മളെ വല്ലതും പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ അവർ സൗമ്യതയുള്ളവരായി മാറിയെങ്കിലേ ദൈവത്തിന്റെ വഴി വല്ലതും പഠിക്കാൻ കഴിയത്തുള്ളൂ. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ ദൈവത്തിന്റെ സന്നിധിയിൽ സൗമ്യതയുള്ളവനായി മാറിയത് കൊണ്ടാണ് ദൈവത്തിന് പല കാര്യങ്ങൾ അവനിൽ കൂടെ ചെയ്തെടുക്കാൻ കഴിഞ്ഞത്.
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 40 വയസ്സുള്ളപ്പോൾ നല്ല യൗവനയുക്തനായി വല്ലതും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടത്തിൽ ദൈവം മോശെ ഉപയോഗിച്ചില്ല. 40 വർഷക്കാലം ഈ ആടുകളുടെ പുറകെ ഇത്രോവിന്റെ ആടുകളെയും മേയിച്ചുകൊണ്ട് 40 വർഷക്കാലം അവൻ ആ മരുഭൂമിയിൽ നടക്കുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവന്റെ കാലിബർ എല്ലാം, അവന്റെ കഴിവുകളെല്ലാം അസ്തമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അതിനുശേഷം 80-ാമത്തെ വയസ്സിലാണ് അവനൊരു തീ കാണുന്നതും ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതും. എന്താണ് കാരണമെന്നറിയാമോ? അവന്റെ ശക്തിയുള്ള ഭാഗത്തെ ദൈവം ഉടച്ച് അവനെ സൗമ്യതയുള്ളവനാക്കി മാറ്റുകയായിരുന്നു. അതുകൊണ്ടാണ് സമാഗമന കൂടാരത്തിന്റെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇതാ ദൈവം കൽപ്പിച്ച പ്രകാരം ഒക്കെയും ചെയ്തു എന്ന് അവനെ കുറിച്ച് വായിക്കുന്നത്. അവൻ പറഞ്ഞതെല്ലാം, ഹല്ലേലൂയ, ദൈവം പറഞ്ഞതെല്ലാം അതുപോലെ കൽപ്പന അനുസരിച്ച് അവൻ ചെയ്യുകയായിരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുമെന്ന് ഉറപ്പുള്ളവരോട് മാത്രമേ ദൈവം വല്ലതും സംസാരിക്കുന്നുള്ളൂ. അതുപോലെ സൗമ്യതയുള്ളവരെ തൻ്റെ വഴിയിൽ ദൈവം നടത്തുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. 37-ാം സങ്കീർത്തനം 11-ാം വാക്യം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വല്ല അവകാശം പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് സൗമ്യതയുള്ള വിശ്വാസികളായി മാറാം. ആടിനെ പോലെ നമ്മുടെ ജീവിതം സൗമ്യതയുള്ള ഒരു ജീവിതമായി മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് ഈ സൗമ്യത എന്ന് പറയുന്നത്? നമുക്ക് വിശ്വാസികൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ട എന്നുള്ള വാക്യം വളരെ പരിചിതമായ. ഏത് വിശ്വാസികളെ എടുത്താലും അവരുടെ ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ നീങ്ങിപ്പോകാനായിട്ടുള്ള പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഈ വാക്യങ്ങൾ ഉരുവിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. എന്നാൽ അതിനടുത്ത് തന്നെ ഒരു വാക്യം കൂടെ ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്. എന്താണ് ആ വാക്യം? മറ്റൊന്നുമല്ല, അവിടെ വായിക്കുന്നത് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സൗമ്യത പലരും അറിയണമെന്നുണ്ടെങ്കിൽ, സകല മനുഷ്യരും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ആമേൻ ആ സൗമ്യതയുടെ ആത്മാവ് നമ്മുടെ മേൽ ആമേൻ ഭരിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. എങ്ങനെയാണ് ഈ സൗമ്യത ലഭിക്കുന്നത്? കർത്താവിനെ മോഡലാക്കിയാൽ മതി. എന്താണ് ഈ സൗമ്യത? ഹല്ലേലൂയ. ഒരാൾ അതിനെക്കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഭാഗത്ത് എല്ലാ ന്യായങ്ങളും ഉള്ളപ്പോൾ നമ്മൾ മൗനമായിരിക്കുന്നതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത്, കർത്താവ് ഹല്ലേലൂയ ആ മഹാപുരോഹിതന്റെ അരമനയിലേക്ക് ആമേൻ ചെല്ലുമ്പോൾ അവനെ കണ്ണുകെട്ടി അടിച്ചു എന്ന് വായിക്കുന്നു. മാത്രമല്ല അവനോട് പറഞ്ഞു, നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവനെ അടിച്ചത് ആരാണെന്ന് പറയാൻ അവന് കഴിയത്തില്ലേ? കണ്ണുകൾ മുഴുവൻ കെട്ടിയിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ കാണാൻ കഴിയാതിരിക്കുകയാണോ? അല്ല. അഗ്നിജ്വാലിക്കത്തള കണ്ണുള്ളവൻ, ഹൃദയ വിചാരങ്ങൾ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കാൻ കഴിവുള്ള കർത്താവിന്റെ ചെകിട്ടത്തടിച്ചിട്ട് അടിച്ചത് ആരെന്ന് പറഞ്ഞാൽ അവന് പറയാൻ അറിയത്തില്ലേ? അവന്റെ പേര് മാത്രമാണോ അറിയാവുന്നത്? അടിച്ചവന്റെ പേര് മാത്രമാണോ അറിയാവുന്നത്? അല്ല. അവന്റെ അപ്പന്റെ പേരറിയാം, വല്യപ്പന്റെ പേരറിയാം, പുറകോട്ട് ആദാം വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള സകല ആളുകളുടെയും ഇവനിനി ജനിക്കാനുള്ള സന്തതികൾ വരെയുള്ളവരുടെ പേരുകൾ പറയാൻ കഴിവുള്ളവൻ ഹല്ലേലൂയ മിണ്ടാതിരുന്നു. ഞാൻ ഈ സുവിശേഷ വേദഭാഗങ്ങളിലൊക്കെ പല പ്രാവശ്യവും വായിക്കുമ്പോൾ, അവന്റെ വിസ്താര സമയങ്ങൾ വായിക്കുമ്പോൾ, അറസ്റ്റ് സമയം വായിക്കുമ്പോൾ, ആമേൻ, പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ജനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒക്കെ അവിടെ എല്ലാം വായിക്കുന്നത് യേശുവോ മിണ്ടാതിരുന്നു. അത് തന്നെ നിങ്ങൾക്കും മാതൃകയാകട്ടെ. യേശു മിണ്ടാതിരുന്നതുപോലെ ആടിനെ പോലെ നമുക്ക് സൗമ്യതയുള്ളവരായി മാറാം. ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് അതിന് നിങ്ങളെ സഹായിക്കും. നിശ്ചയമായും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ
എല്ലാ കാര്യങ്ങളോടും ഹല്ലേലൂയ എതിർപ്പോടെ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ 100 ന്യായങ്ങളുള്ളപ്പോൾ അത് പറയാനുള്ള ജഡത്തിനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആ സമയത്ത് തന്നെ ദൈവാത്മാ നിങ്ങളോട് പറയുന്നു, നീ ഇന്ന് ശാന്തമാകൂ സഹോദരി, നിന്റെ ഭാഗത്താണ് 100% ന്യായം. അല്ലയോ സഹോദര, അല്ലയോ സഭയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സഹോദര, നിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യമാണ്. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ദൈവം നിന്നോട് പറയുന്നു, നീ സൗമ്യനാകാൻ നീ മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ആ സൗമ്യത ഹല്ലേലൂയ നമ്മളെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അത് പെട്ടെന്ന് ആമേൻ കോപിച്ചു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം ആ പൂച്ചയെ മുകളിൽ നിന്ന് അതിൻ്റെ തലയുടെ ഭാഗം മുതൽ താഴോട്ട് ഇങ്ങനെ വാലിൻ്റെ ഭാഗം വരെ നമ്മളിങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ മടിയിൽ വെച്ച് അതിനെ ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണ് െങ്കിൽ കുറെ കഴിയുമ്പോൾ അതിങ്ങനെ സുഖമായിട്ട് ഉറങ്ങുകയും വളരെ സൗമ്യമായിരിക്കുകയും ചെയ്യും. അന്നേരം ഒന്നും അതിൻ്റെ നഖങ്ങൾ നമ്മൾ കാണുന്നില്ല, അതെല്ലാം അകത്തോട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുകയാണ്, അതൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറുവിരൽ ഇതിൻ്റെ ആ രോമകൂപങ്ങളുടെ ഇടയിൽ കൂടെ കടത്തിയിട്ട് മേളിലോട്ട് ഒന്ന് കയറ്റി നോക്കുക. ഹല്ലേലൂയ. അന്നേരം അറിയാം, അതുവരെ സൗമ്യമായി നമ്മുടെ കൂടെ ഇരുന്ന പൂച്ച നമ്മളെ ആക്രമിക്കാനായി നഖമെല്ലാം കൂടെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് അത് ആക്രമിക്കാൻ വരും. ഇതുപോലെ ദൈവസഭയിൽ സൗമ്യത നടിച്ചു നടക്കുകയല്ല. പിന്നെയോ പല വിഷയങ്ങൾ വരുമ്പോൾ, കമ്മിറ്റി വരുമ്പോൾ, ഹല്ലേലൂയ പല കാര്യങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നത് വരുമ്പോൾ, ഹല്ലേലൂയ ജഡത്തിൽ നിന്ന് നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ, ആ പഴയ ജഡ മനുഷ്യൻ ചാടി ഉയർന്നു വരുന്നത് കാണാൻ കഴിയും. പണ്ടാരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് വലിയ ഒരു കിഴുത്ത അല്ലെങ്കിൽ വലിയ ഒരു ദ്വാരം കണ്ടിട്ട് അവിടെ വന്ന ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ ദേവാലയത്തിന്റെ അകത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ദ്വാരം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അപ്പോൾ വന്ന ആളിനോട് അവിടുത്തെ ദൈവദാസൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇവിടെ കമ്മിറ്റിയൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന പ്രാവിന് പറന്നു പോകാൻ വേണ്ടിയാണ് എന്ന് പറയുക. നമുക്ക് രസകരമായി തോന്നുമെങ്കിലും അതിനകത്തൊരു സത്യമുണ്ട്. ദൈവസഭ, സാക്ഷ്യം വഹിക്കേണ്ട ദൈവസഭ, സൗമ്യതയുള്ളവരാകേണ്ട ദൈവസഭയിലെ അംഗങ്ങൾ അങ്ങനെ പെരുമാറുന്നത് എത്രയോ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസനയിൽ വിനയമുള്ളവരാകാം. ദൈവം നിങ്ങളെ ഉയർത്താൻ ഹല്ലേലൂയ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എതിർക്കുന്നവരുടെ തലയ്ക്ക് മീതെ ഉയർത്തി ദൈവത്തിന് മാനിക്കാൻ 100 വഴികളുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ആടുകൾ വളരെ സൗമ്യതയുള്ള ജീവിയായതുകൊണ്ട് സ്ത്രീകൾക്ക് പോലും അതിനെ നടത്തുവാനായിട്ട് കഴിയും, സ്ത്രീകൾക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ താല്പര്യം, ഒരു ദൈവസഭയിലുള്ള അംഗങ്ങളെല്ലാം, വിശ്വാസികളെല്ലാം യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സൗമ്യതയുള്ളവരായി മാറിയാൽ അത് എത്ര സന്തോഷകരമായൊരു സഭയായിരിക്കും, എത്ര ശാന്തമായൊരു സഭയായിരിക്കും. അന്യോന്യ സ്നേഹമുള്ള ആ സഭയിൽ കടന്നു വരുവാൻ എത്ര ആളുകൾ സന്തോഷത്തോടെ ഓരോ ആഴ്ചകളിലും അവിടേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ജഡമെല്ലാം തകർക്കാം ഈ ദിവസങ്ങളിൽ. ദൈവത്തിന്റെ ആത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഏഴാമതായിട്ട് ഞാൻ 6 കാര്യങ്ങൾ ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 6 കാര്യങ്ങൾ ആടുകളെ കുറിച്ച് നമ്മളെ ചിന്തിച്ചു. ഒന്നാമതായി ഞാൻ പറഞ്ഞത് അത് ബലഹീനമായ ഒരു ജീവിയാണ്. രണ്ടാമത് പറഞ്ഞത് അതിനധികം ദൂരക്കാഴ്ചയില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞത് ആ ദൂരക്കാഴ്ച ഇല്ലാത്തതുകൊണ്ട് അതിനെ ആരെങ്കിലും നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നാലാമതായിട്ട് നമ്മളെ ചിന്തിച്ചത് അതിനൊരു ഇടയന്റെ സംരക്ഷണം ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല അത് ഒരു യാഗമൃഗമാണ്. യേശുക്രിസ്തു യാഗമായി മാറിയതുപോലെ നമ്മൾ ഓരോരുത്തരും യാഗമായി തീരണം എന്ന ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല അതൊരു സൗമ്യതയുള്ള ജീവിയായതുകൊണ്ട് സ്ത്രീകൾക്ക് പോലും അതിനെ നയിക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അടുത്തതായിട്ട് നമുക്ക് 7ാമതായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ഇത് ഹല്ലേലൂയ ദൈവവചനപ്രകാരം ആടുകൾ സമ്പത്തായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. സഭാപ്രസംഗയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അത് ഒരു സമ്പത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
ഇതിൽ നിന്ന് നമ്മൾ വിശ്വാസികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് വന്ന ഓരോ ദൈവത്തിലും രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ച ഓരോ ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവര് ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്. ഞാൻ ദൈവവചനം വായിക്കുകയും അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുകയും ചെയ്ത് ദൈവിക കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം നമ്മളെ ഏറ്റവും അധികം വിലയുള്ളവരായി കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റ് മെസ്സേജുകളിൽ മനുഷ്യൻ എന്നുള്ള ഒരു വിഷയത്തിൽ ഞാൻ ധാരാളം കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഏറ്റവും അധികം നമ്മളെ വില മതിക്കുന്ന ദൈവം മാത്രമാണ്. എന്നാൽ പിശാചാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അവൻ്റെ കാലിൻ്റെ കീഴിലിട്ട് ചവിട്ടത്തക്കവണ്ണം നമ്മളെ ഏറ്റവും അധികം വിലയില്ലാത്തവരായി കാണുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത സഹോദരി, നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഏറ്റവും അധികം മാനിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പിശാച് നിന്നെ ചവിട്ടി പുറകോട്ട് തള്ളിയിടുമ്പോൾ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. അധികം ഒരുപക്ഷെ നിന്റെ പൈതൽ പഠിക്കുന്ന കുഞ്ഞല്ലായിരിക്കും, എന്നാൽ അവനെ ദൈവം വാലല്ല തലയാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ എത്രയും ബഹുമാനിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. അതിന്റെ ആഴം നമ്മൾ ആരും കണ്ടിട്ടില്ല. ദൈവം എത്രമാത്രം ഒരുവനെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോഴും ആമേൻ തകർക്കാനാണ് ശത്രു ശ്രമിക്കുന്നത്. വിലയില്ലാത്തവരായി കാണാനാണ് ശത്രു ശ്രമിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അല്പം ബലഹീനതയുണ്ടെങ്കിൽ അതിനെ പൊക്കി കാണിക്കുന്നത് അത് സാത്താന്റെ ജോലിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് എന്നെ ദൈവനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വിലയുള്ളവരാണ് എന്നുള്ളതിന്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല. 700 കോടി ആളുകൾ ഈ ലോകത്തിൽ ഇന്നത്തെ കണക്കനുസരിച്ചുണ്ടായിരിക്കെ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. രണ്ടാമതായി ഞാൻ പറയുന്നു, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ പോലെ ലോകത്തിലെ വേറെ ഒരു വ്യക്തിക്കും ഇല്ല. നിങ്ങളുടെ കണ്ണ് പോലെ വേറെ ഒരു വ്യക്തിക്ക്, ഒരു രാജ്യക്കാരനും നിങ്ങളുടെ കണ്ണുപോലെ ഒരു കണ്ണില്ല. അപ്പോൾ നിങ്ങൾ വിലയുള്ളവരല്ലേ? നിങ്ങൾ യുണീക്കല്ലേ? ദൈവത്തിന് നിങ്ങളെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ വിലയുള്ളവരാണ്. എന്നാൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വില കൂടുകയാണ്. ദൈവത്തിന്റെ വചനം ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ഭൂതലത്തിലുള്ള സകലത്തിനെയും സകല മനുഷ്യരെയും നാസ്തിയായി എണ്ണുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും വലിയ കഴിവുകളും വലിയ പദവികളും എല്ലാം ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ ഒരു ബിഗ് സീറോയായിട്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരു സീറോയാണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തോട്ട് ഹല്ലേലൂയ അതിന്റെ ഇടത് ഭാഗത്തേക്ക് നമ്മൾ ഒരു 1 അല്ലെങ്കിൽ ഹല്ലേലൂയ 1 എന്നുള്ള ഒരു നമ്പർ ഇട്ട് കഴിയുമ്പോൾ ഈ സീറോയ്ക്ക് വിലയുള്ളതായി മാറുകയാണ്. ലോകത്തിലെ എല്ലാ പ്രതാപങ്ങളും ഉള്ളപ്പോൾ അവരെ കുറിച്ച് ദൈവം പറയുന്നത് അവരെല്ലാം ഞാൻ നാസ്തിയായി എണ്ണുന്നു, അതാ പൂജ്യമായി എണ്ണുന്നു. ദൈവത്തിന് മുമ്പിൽ അവരെല്ലാവരും ഒരു ബിഗ് സീറോ ആയിരിക്കുമ്പോൾ നിങ്ങൾ പലരെ ഇപ്പോൾ ആരാധിക്കുന്നുണ്ടായിരിക്കും. പല ആളുകളെയും കാണുമ്പോൾ അവരെ പോലെ ആയാൽ കൊള്ളാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അവര് ആമേൻ ബിഗ് സീറോയാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. നമ്മൾ ലൂക്കോസിന്റെ വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ അറപ്പെന്ന് പറഞ്ഞാൽ? ഹല്ലേലൂയ പഴയ നിയമ ആ പാളയത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളുടെ മലിനതകളെല്ലാം കുഴിച്ചിടണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അവർ പ്രഭാതത്തിൽ അവർ വിസർജനത്തിനായി പോകുമ്പോൾ അതെല്ലാം മറവ് ചെയ്തിരിക്കണമെന്ന് ദൈവം പറഞ്ഞു. മാത്രമല്ല ഹല്ലേലൂയ ഒരു പാര കൊണ്ടുപോയി അതെല്ലാം കുഴിച്ചിടണമെന്ന് പറഞ്ഞ ദൈവം തന്നെ.
അവരോട് പറയുന്നു, ഞാൻ പാളയത്തിൽ കൂടെ ഇറങ്ങി നടകൊള്ളുമ്പോൾ എനിക്ക് അറപ്പാകാതിരിക്കേണ്ടതിനാണ് എന്നാണ് വായിക്കുന്നത്. പുതിയ നിയമത്തിൽ അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ഉന്നതമായത് ദൈവത്തിന് അറപ്പാണ്. ദൈവത്തിന് അത് കാണുന്നത് പോലെയുള്ളൂ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് നിങ്ങളോട് 100 കാര്യങ്ങൾ, അല്ലയോ ദൈവദാസ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് ആരോഗ്യമില്ല, നീ മിക്കവാറും രോഗിയായി മാറുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു ഫലവുമില്ല എന്നുള്ള 100 നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ വിലയുള്ളവനാണ്, നീ വിലയുള്ളവളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ആമേൻ, ഇസ്രായേൽ മക്കള് അവരങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരോട് 19-ാം അധ്യായം പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 19:5 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. അയ്യോ, ദൈവത്തിന്റെ സമ്പത്തായി മാറുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ഭാഗ്യമാണെന്ന് ഓർക്കുക പ്രിയമുള്ളവരെ. എത്ര വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ സമ്പത്തായി മാറുക എന്ന് പറഞ്ഞാൽ. നമ്മൾ 135-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 135-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഹല്ലേലൂയ, യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബിനെ തനിക്കായിട്ടെന്നുള്ള ഭാഗം ഒരു വേർഷനിൽ, ഒരു പ്രത്യേക ട്രാൻസ്ലേഷനിൽ യാക്കോബിനെ തന്റെ വകയായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാക്കോബ് എന്ന് പറയുന്നത് വകയാണ്, ഇസ്രായേൽ എന്ന് പറയുന്നത് നിക്ഷേപമാണ്, ട്രഷറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് ഈ ലോകത്തിലും വകയുമുണ്ട്, നിക്ഷേപവുമുണ്ട്. വകയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ പറമ്പിലൊക്കെ കിടക്കുന്ന അവിടെ കിടക്കുന്ന വിറകുകളോ അതുപോലെ തന്നെ ചുറ്റുപാടുമൊക്കെ കിടക്കുന്ന ആ തെങ്ങിന്റെ ചുവട്ടിൽ കിടക്കുന്ന അതിന്റെ ഓലകളോ ഒന്നും നിക്ഷേപമായി ആരും പറയാറില്ല. അവിടെ ചുറ്റുപാടുമൊക്കെ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുകൊണ്ട് ആരും അത് അവരുടെ നിക്ഷേപമാണെന്ന് പറയാറില്ല. എന്നാൽ അവിടെ ആ വീട്ടിൽ ഏറ്റവും നിക്ഷേപം എവിടെയാണ് വെച്ചിരിക്കുന്നത്? അവരുടെ സേഫിലായി അല്ലെങ്കിൽ ബാങ്കിലായിരിക്കും. ഇതുപോലെ ഈ ലോകമാകുന്ന തറവാട്ടിലേക്ക് തന്റെ നിക്ഷേപത്തെ ചേർക്കാൻ കർത്താവ് വരുന്നുണ്ട്, തന്റെ നിക്ഷേപത്തെ ചേർക്കാൻ യേശു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിന് താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ലോകമാകുന്ന തറവാട്ടിലേക്ക് അവൻ എങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്? കള്ളനെ പോലെ വരുമെന്നാണ് പറഞ്ഞത്. കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? കള്ളനെ പോലെ വന്നാൽ നമുക്കറിയാം, ഒരു കള്ളൻ വരുന്നത് പറമ്പിൽ എവിടെയെങ്കിലും കിടക്കുന്ന കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനല്ല, ആ വീട്ടിലേക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് കവർ ചെയ്ത് കൊണ്ടുപോകാനാണ് കള്ളൻ വരുന്നതെങ്കിൽ യേശു കള്ളനെ പോലെ വരും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു നിക്ഷേപമാണോ, ദൈവത്തിന്റെ വകയാണോ? നമ്മൾ സാധാരണയായി ആളുകൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ മാത്രമേ ഉള്ളോ ഇത്ര വലിയ ദൈവമക്കളെന്നും പറഞ്ഞ് നടക്കുന്നത്? നിങ്ങളെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അതിനൊരു ഉത്തരമുണ്ട്. ദൈവത്തിന് ലോകത്തിൽ വകയുമുണ്ട്, ദൈവത്തിന് നിക്ഷേപവുമുണ്ട്. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവ കുടുംബത്തിലേക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ, ആ രാജ കുടുംബത്തിലാണ് നീ ജനിച്ചത്. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് പോലെയാണ് രാജകൊട്ടാരത്തിലും കുഞ്ഞ് ജനിക്കുന്നത്. രാജകൊട്ടാരത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന് അന്നൊന്നും അറിയത്തില്ല. അതൊരു കുടിലിൽ ജനിച്ചാലും കൊട്ടാരത്തിൽ ജനിച്ചാലും കുഞ്ഞിന് ഒരുപോലെ മാത്രമേ ഉള്ളൂ. പക്ഷേ കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ആ കുഞ്ഞിന് മനസ്സിലാകുന്നത്, ഞാൻ ജനിച്ചിരിക്കുന്നത് ഒരു രാജാവിന്റെ സന്തതിയായിട്ടാണ്, ഒരു രാജകൊട്ടാരത്തിലാണ്. എല്ലായിടത്തും നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല, എല്ലാവരും പോലെ സംസാരിക്കാൻ എനിക്ക് കഴിയത്തില്ല, എല്ലാവരും പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല, എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പോകാൻ കഴിയത്തില്ല. കാരണം ഞാനൊരു രാജാവിന്റെ മകനാണ്, രാജാവിന്റെ രക്തമാണ് എൻ്റെ സിരകളിൽ കൂടെ ഓടുന്നത് എന്നവൻ അറിയാം. അതുകൊണ്ട് അവൻ ഏറ്റവും വിലയുള്ളവനാണെന്ന് അവൻ രാജകൊട്ടാരത്തിൽ ആ സാഹചര്യത്തിൽ വളരുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. ഇതുപോലെ നമ്മൾ ദൈവസഭയിൽ വീണ്ടും ജനനം പ്രാപിക്കും
പ്രാപിച്ചു കഴിഞ്ഞ് ദൈവസഭയാകുന്ന ഈ കൊട്ടാരത്തിൽ വളരുമ്പോഴാണ് മനസ്സിലാകുന്ന നീ ഒരു സാധാരണക്കാരനല്ല, നമ്മളെല്ലാവരും ആടുകളെ പോലെ വിലയുള്ളവരാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ദൈവത്തിന്റെ ദാസനായ, ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന ദാസനായ ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേൽ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, നീ ഇവിടെ നിന്ന് കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിനായ ഇശ്ശായിയുടെ വീട്ടിലേക്ക് പോകുക, അവന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇശായിക്ക് അറിയത്തില്ല വീട്ടിൽ രാജാവുണ്ടെന്ന്, നാട്ടുകാർക്കാർക്കും അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം നോക്കുമ്പോൾ അവനെ ഒരു രാജാവായി കണ്ടിരിക്കുകയാണ്. ഇശായിയുടെ മക്കളിൽ 8 പേരിൽ ഇളയവനെ ദൈവം ഒരു രാജാവായി കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ ഒരു രാജാവായിട്ടാണ് കാണുന്നത്. മനുഷ്യരാരും നിന്നെ കാണുന്നത് പോലെയല്ല. നാട്ടുകാരെല്ലാം ഒരു ആട്ടിടയനായി കാണുമ്പോൾ, അപ്പനും അമ്മയും അവനെ വീട്ടിൽ വിളിക്കാതിരിക്കുമ്പോൾ, അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ വീട്ടിനകത്ത് യാതൊരു ഒരു വിലയുമില്ലാത്ത അവനെ പുറന്തള്ളി നിർത്തുമ്പോൾ ദൈവം അവനെ വാലല്ല തലയായി ഉയർത്തുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം കാണുന്നത് പോലെ ഹല്ലേലൂയ മനുഷ്യരാരും നിങ്ങളെ കണ്ടെന്ന് വരികയില്ല. നമ്മളെല്ലാവരും ദൈവത്തിന് വിലയുള്ളവരാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഏറ്റവും വിലയുള്ളത് എന്താ? വിലയേറിയതായി നമ്മൾ മാറാൻ എന്താണ് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഹല്ലേലൂയ വിലയുണ്ട്. വിലയില്ലാത്തതായിട്ട് നമ്മൾ ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ ശ്വാസത്തിന് നമുക്ക് വിലയുണ്ട്. ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ വിലയുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്തിലെ എല്ലാം വിലയില്ലാതായി തീരുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ ഒന്നും കൊണ്ട് മനുഷ്യന് ഹല്ലേലൂയ വീണ്ടെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, നമ്മളെ വീണ്ടെടുത്തത് ഹല്ലേലൂയ ഏറ്റവും വിലയേറിയ ഒരു കാര്യം കൊണ്ടാണ്. അത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, വർദ്ധവും പാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവം ഇതില് നീ വിലയുള്ളവനാണ്. ആടുകൾ വിലയേറിയ സമ്പത്തായതുപോലെ നിങ്ങൾ വിലയുള്ളവരാണ്. കർത്താവ് ഹല്ലേലൂയ നിങ്ങളെ വിലയുള്ളവരായി കാണുന്നു. തലകളെ വണക്കി ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നോട് ഇന്ന് സംസാരിച്ച ദൂതനായി നന്ദി എന്ന് പറയാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. കർത്താവിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ മേൽ ഇരിക്കുമാറാകട്ടെ.